നമസ്കാരം, ഫെബിനാണ്. And that man is a classic criminal and is scot free. യെസ്, ദ ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. ദൃശ്യം 3. മലയാളത്തിന്റെ മോഹൻലാലും മലയാളത്തിന്റെ ജീത്തു ജോസഫും ചേർന്നൊരുക്കിയ ക്ലാസിക് ചിത്രം ദൃശ്യം അതിന്റെ 3-ാം ഭാഗം ഈ വരുന്ന 2026 മെയ് 21 റിലീസ് ചെയ്യുകയാണ്. ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചിത്രത്തിനെ നോക്കിക്കാണുന്നത്. ദൃശ്യം 3 കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1. ദൃശ്യം 3 ദൃശ്യം 2 എന്നീ സിനിമകളുടെ തുടർച്ചയാണ്. ദൃശ്യം 1ലെയും ദൃശ്യം 2ലെയും ചെറിയ ചെറിയ എലമെന്റ്സ് പോലും ദൃശ്യം 3ലേക്കുള്ള ലീഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും കണ്ടിന്യൂറ്റികളൊക്കെ ദൃശ്യം 1ൽ നിന്നും 2വിൽ നിന്നും കണക്ട് ചെയ്തായിരിക്കും 3ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പരമാവധി ദൃശ്യവും ദൃശ്യം 2ഉം കണ്ടിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ. 2ാമത്തെ കാര്യം, ഒരു കാരണവശാലും തിയേറ്ററിലെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ സിനിമയുടെ കഥയ്ക്ക് രഹസ്യ സ്വഭാവമുള്ളതിനാൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് വഴി പുതിയതായിട്ട് കാണാൻ വരുന്ന പ്രേക്ഷകന്റെ ആസ്വാദനത്തിന് അത് സാരമായി ബാധിക്കും. ഇനി 3ാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതുപോലെ വളരെ പേസ് കൂടിയ ഒരു സിനിമ ആയിരിക്കണമെന്നില്ല ദൃശ്യം 3. ദൃശ്യം 2 പോലെ കൂടുതൽ ഡ്രാമ നിറഞ്ഞ ഒരു കഥയായിരിക്കും ദൃശ്യം 3യുടേതും. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ മുണ്ട് പറച്ചിലാടിയും സൂപ്പർ സ്ലോ മോഷനും പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകരുത്. ജോർജ് കുട്ടി, അത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും.